ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 78,000-ഓളം ഭക്തർ ദർശനം നടത്തിയിരുന്നു. ഇന്നും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഇന്നും തിരക്ക് വർദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇതുവരെയായിട്ട് എത്ര പേർ ദർശനം നടത്തി എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുമോ? കാരണം വെളുപ്പിനെ പുലർച്ചെ നട തുറന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും തിരക്കാണോ അവിടെ? തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്നത് ശബരിമല 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിലാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ശബരിമലയിൽ ഈ തിരക്ക്. കഴിഞ്ഞ ദിവസം ഈ ക്യൂ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, കാര്യമായ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഇന്ന് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇന്ന് നട തുറന്നപ്പോൾ മുതൽ ഏകദേശം 30,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തി എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പോലീസും എല്ലാം തന്നെ നൽകുന്ന സൂചന. 12 വിളക്കിന് ശേഷം മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക്, വലിയ ഒരു സംഖ്യ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ തവണ ആദ്യ ടൈമിൽ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഈ വരി നിൽക്കുന്ന തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുന്നതിനോ പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലഘുഭക്ഷണങ്ങൾ കൊടുക്കുന്നതിനെന്നുള്ള ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. ഈ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഭക്തജന തിരക്കിലേക്ക് സന്നിധാനം വീണ്ടും പോകുന്ന ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും പുതിയ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇന്നലെ ചുമതലയേറ്റിരിക്കുകയാണ്. എന്തായാലും കൃത്യമായി തന്നെ പടി കയറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചാൽ മാത്രമേ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആ ഒരു പരിഹാരമാകുകയുള്ളൂ. ഒരു മിനിറ്റിൽ ശരാശരി 80ഓളം തീർത്ഥാടകരായിരുന്നു കഴിഞ്ഞ പോലീസ് ബാച്ച് വലിച്ചിരുന്നത്. ആ ഒരു ഇതിന് അനുപാതികമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. ഇന്നും ഏകദേശം 80,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ 4,000-5,000 തീർത്ഥാടകരായിരുന്നു എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10,000-ന് മുകളിലേക്ക് എത്തുന്നു. 10,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താമെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞത്. പക്ഷേ 10,000-ന് മുകളിലേക്ക് ഈ ഒരു എണ്ണം മാറാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും തീർത്ഥാടകരുടെ എണ്ണം, വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആവശ്യം നേരത്തെ തന്നെ ഭക്തജന സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചെന്ന്. അത് പക്ഷേ കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മണ്ഡല പൂജാ സമയത്ത് അതോടൊപ്പം തന്നെ മകരവിളക്ക് സമയത്ത് അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോയില്ല എങ്കിൽ തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഒരുപാട് ആളുകൾക്ക് ഈ ബുക്ക് ചെയ്യാനാകാതെ ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവർക്ക് കൃത്യമായി ദർശനം ഒരുക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഭക്തജന തിരക്ക് സന്നിധാനത്ത് തുടരുകയാണ്. വരും മണിക്കൂറുകളിലും ഈ ഒരു ഭക്തജന തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ഈ ഭക്തജന തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. ഇതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ കൃത്യമായി ദാഹജലം അടക്കം കൊടുക്കുന്നതിനും ഉള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്